ഈ വർഷം നടക്കാൻ പോകുന്ന ബാങ്കിംഗ് പരീക്ഷകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇപ്പോൾ തന്നെ നമുക്ക് SBI POയുടെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം നടക്കാൻ സാധ്യതയുള്ള ബാങ്കിംഗ് എക്സാമുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ വർഷം നമുക്ക് പ്രധാനമായിട്ടും ബാങ്കിങ്ങിന്റെ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പരീക്ഷകൾ, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS നടത്തുന്ന PO പരീക്ഷകൾ, ക്ലർക്ക് പരീക്ഷകൾ, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പരീക്ഷകൾ, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ. അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക് IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കിന്റെ പരീക്ഷ, അതുപോലെ RRB ഓഫീസർ സ്കെയിൽ 1 പരീക്ഷ, ഇവയൊക്കെയാണ് IBPSന്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ. അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിലും എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി എക്സാമുകൾ ഒരുപാട് ബാങ്കുകളിലേക്ക്, നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് എല്ലാം സെലക്ഷൻ നടത്തുന്ന എവിടെ നിന്നാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്ന ബോഡിയാണ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBIയുടെ സൈഡിൽ നിന്ന് വരുന്ന PO പരീക്ഷകൾ, ക്ലറിക്കൽ എക്സാംസ്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പരീക്ഷകൾ, സർക്കിൾ ബേസ്ഡ് ഓഫീസർ, അതുപോലെ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ പോലെയുള്ള പരീക്ഷകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഈ വർഷം വരേണ്ട പരീക്ഷകൾ. അതുപോലെ IBPS POയുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്ന് മുതലാണ്? ജൂൺ 18 മുതൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അപ്പോൾ ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി മനസ്സിലാക്കുക. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 1500 വേക്കൻസിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ RBI ഗ്രേഡ് ബി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI ഗ്രേഡ് ബി പരീക്ഷ, RBI ഗ്രേഡ് A എക്സാംസ്, RBI അസിസ്റ്റന്റ് പരീക്ഷ, ഇവയൊക്കെയാണ് ഈ വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ. ഓക്കെ, അപ്പോ എക്സാമുകൾ ഈ വർഷം ഏതൊക്കെ എക്സാമുകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിന്റെ കലണ്ടറിലേക്ക് ഒന്ന് പോകാം. ഏതൊക്കെ ടൈമുകളിലാണ് പരീക്ഷകൾ നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് SBI PO ജൂൺ 2026 എന്ന് പറഞ്ഞു. ശരിയാണ്. ജൂൺ 18 ഇതിന്റെ എന്ത് വന്നിട്ടുണ്ട്? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂൺ 18 തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ജൂൺ ലാസ്റ്റ് ഓർ ജൂലൈ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? IBPS POയുടെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ SBI POയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമുക്ക് ലൈവ് ആണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനും ഏജ് 30 ആർക്ക് വേണമെങ്കിലും SBI POയുടെ എക്സാമിന് അപ്ലൈ ചെയ്യാം. 1500 വേക്കൻസിയാണ് ഉള്ളത്. IBPS PO 2026 നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാൻ പോകുകയാണ്. അതുപോലെ IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് വരും. അതുപോലെ IBPS RRB 2026, അതായത് IBPS റീജിയണൽ റൂറൽ ബാങ്കിന്റെ പരീക്ഷ ഓഗസ്റ്റോട് കൂടി ആണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. IBPS ക്ലർക്കിന്റെ പരീക്ഷ അതും ഏകദേശം ഓഗസ്റ്റിലാണ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾക്ക് കംപ്ലീറ്റ് ആയ പരീക്ഷയാണ്. മെയിൽ നടന്ന അപ്രന്റീസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഒന്ന്. SBI PO, IBPS PO, അതുപോലെ IBPS SO, അതുപോലെ തന്നെ IBPS RRB പോലെയുള്ള പരീക്ഷകൾ ഇനി വരാനായിട്ട് പോകുന്ന മന്തുകളിൽ ഡിസംബർ വരെ നമുക്ക് ആദ്യം POയുടെ എക്സാമുകൾ, അതിനുശേഷം ക്ലറിക്കൽ എക്സാംസ് എന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവാണ്. അപ്പൊ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് കുറെ പരീക്ഷകൾ, PO പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് എന്ത് വരുന്നത്? ക്ലർക്ക് എക്സാംസ് വരുന്നത് കേട്ടോ. IBPSന്റെ SBIയുടെ ക്ലർക്ക് എക്സാംസ്, അതിനുശേഷം IBPSന്റെ ക്ലർക്ക് എക്സാംസ് പോലെയുള്ള ക്ലറിക്കൽ എക്സാംസ് ഇപ്രാവശ്യം POയുടെ പരീക്ഷകൾക്ക് ശേഷമാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ വർഷം വരാൻ പോകുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് കിട്ടി. ഇനി എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി? നിങ്ങൾ ഇത് മനസ്സിലാക്കൂ. എന്താണ് എലിജിബിലിറ്റി വരുന്നത്? PO പരീക്ഷകൾക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 to 30 ആണ് വരുന്നത്. അതുപോലെ തന്നെ IBPS ക്ലർക്ക്, RBI അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് 20 to 28 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. IBPS RRB ഇതിനകത്ത് മാനേജർ പോസ്റ്റ് ഒക്കെ വരുന്നതുകൊണ്ടാണ് 18 to 44 എന്നുള്ളൊരു ഏജ് ലിമിറ്റ് പറഞ്ഞത്. SBI PO RBI ഗ്രേഡ് ബിക്ക് 21 to 30 ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, SBI ക്ലർക്ക് വരുമ്പോൾ 21 to 28. അപ്പോൾ ഒരു നോർമൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 30 വരെ വരുന്ന ആളുകൾക്കാണ് ഏത് എക്സാമിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ബാങ്കിങ് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത് മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഏജ് 20 to 30യും ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രിയും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിങ് അവസരങ്ങളെ പറ്റി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ അപ്ലൈ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ ടെസ്റ്റുകളിൽ വരുന്നത്? എങ്ങനെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്? നോക്കൂ, ഈ IBPS PO, SBI PO, IBPS SO, IBPS RRB PO, SBI SO, POയും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പരീക്ഷകൾക്കെല്ലാം
ഒരു പ്രിലിം സ്റ്റേജ് പരീക്ഷ ഉണ്ടാവും, ഒരു മെയിൻസ് സ്റ്റേജ് പരീക്ഷ ഉണ്ടാവും, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഇന്റർവ്യൂ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എന്തിന് വരുന്നത്, ഇതിന്റെ എക്സാം സൈഡിൽ വരുന്നത്. ഇനി ക്ലറിക്കൽ എക്സാംസ് വരുവാണെങ്കിൽ പ്രിലിംസും മെയിൻസും ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇന്റർവ്യൂ പ്രത്യേകിച്ച് കാണത്തില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. RBI ഗ്രേഡ് ബി phase 1 എക്സാം, phase 2 ദെൻ ഇന്റർവ്യൂ എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിങ് എക്സാമുകളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കേണ്ട ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു tier 1 എക്സാം ഉണ്ടാവും, ഒരു tier 2 എക്സാം ഉണ്ടാവും. PO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പരീക്ഷകൾക്കെല്ലാം എന്തുണ്ടാവും, ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടാവും. ക്ലറിക്കൽ എക്സാമുകൾക്ക് എന്തുണ്ടാവില്ല, ഇന്റർവ്യൂ ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പഠിക്കേണ്ടത്, അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചു. എന്താണ് പഠിക്കേണ്ടത്? 3 സബ്ജക്റ്റുകളാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ളത്. അത് പ്രിലിംസ് എക്സാം എടുക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ് എന്ന രീതിയിലാണ് സബ്ജക്റ്റ് പഠിക്കേണ്ടത്. ഇനി മെയിൻസ് വരുമ്പോൾ ജനറൽ അവയർനെസ് ആൻഡ് ബാങ്കിങ് അവയർസ്, ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി മെയിൻസ് എക്സാംസിന് ഉണ്ടാവും. അപ്പോൾ പഠിക്കേണ്ട സബ്ജക്റ്റ് മനസ്സിലായി. മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്. ഈ സബ്ജക്റ്റുകളാണ് ഈ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് ഈ വർഷം നമുക്ക് നടക്കാൻ സാധ്യതയുള്ള ബാങ്ക് പരീക്ഷകളെ പറ്റിയാണ്. അപ്പൊ ബാങ്ക് എക്സാമുകൾക്ക് ട്രൈ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ആദ്യം നടക്കുന്നത് PO പരീക്ഷകളും അതിനുശേഷം ക്ലറിക്കൽ എക്സാംസുമാണ്. SBI POയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. അതിനുശേഷം ഇനി IBPS POയുടെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിക്കാതെ ഇപ്പൊ തന്നെ ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി ട്രൈ ചെയ്യുക. ഈ വർഷം നടക്കുന്ന എല്ലാ ബാങ്ക് പരീക്ഷകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോയിലൂടെ ബാങ്കിങ് എക്സാമുകളുടെ പ്രാധാന്യത്തെ പറ്റിയും അല്ലെങ്കിൽ ഏതൊക്കെ എക്സാമുകളാണ് ഈ വരാനുള്ളതെന്നുമാണ് നിങ്ങളെ അറിയിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം എന്ത് ചെയ്യുക, കമന്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.